പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഒരു പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. കർത്താവിൻ്റെ ദാസിദാസന്മാരെ, നിങ്ങൾ എല്ലാവരും ക്ഷേമത്തോടു കൂടെയാണെന്ന് കർത്താവിൽ ഞാൻ വിശ്വസിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന ഈ വചനവുമായി ഇന്ന് പ്രഭാതവും നിങ്ങളുടെ അരികിലെത്തുവാൻ ദൈവം എന്നെ ആയുസ്സും ആരോഗ്യത്തോടെ നിലനിർത്തുവാനിടയായി. തുടർന്നും നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന ഈ എളിയവൻ ചോദിക്കുന്നു. ആമേൻ. സ്തോത്രം. പരിചയപ്പെടുവാൻ ഇടയായ നാൾ മുതൽ ആമേൻ ഈ സന്ദേശം നിങ്ങളുടെ കരങ്ങളിൽ ആമേൻ അയക്കുവാൻ തുടങ്ങിയ നാൾ മുതൽ നിങ്ങളെയും ഓർക്കുവാൻ ദൈവം എന്നെയും സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ആമേൻ. പ്രിയ ദൈവമക്കളെ, ആമേൻ. 6-ാം സങ്കീർത്തനക്കാരൻ പാടുന്നു, നീതികേട് പ്രവർത്തിക്കുന്ന ഏവരുമേ എന്നെ വിട്ടു പോകുവിൻ, യഹോവ എൻ്റെ കരച്ചിലിൻ്റെ ശബ്ദം കേട്ടിരിക്കുന്നു. കരഞ്ഞുകൊണ്ട് ഈ ലോകത്തിലേക്ക് വരുന്ന മനുഷ്യന് ജീവിതത്തിൽ ഏറിയ പങ്കം കരച്ചിലിൻ്റെയും കണ്ണുനീരിൻ്റെയും അനുഭവങ്ങൾ തന്നെയാണ് നേരിടേണ്ടി വരുന്നത്. യോബ് പറയുന്നത്, സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ അല്പായുസുള്ളവന് കഷ്ടസമ്പൂർണനുമാകുന്നു. തീപ്പൊരി ഉയരെ പറക്കും പോലെ മനുഷ്യൻ കഷ്ടതയ്ക്കായി ജനിച്ചിരിക്കുന്നു എന്ന്. ഒരുവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സുഖങ്ങളേക്കാൾ എത്രയോ മടങ്ങാണ് താൻ അനുഭവിക്കുന്ന ദുഃഖങ്ങളും പ്രയാസങ്ങളും കണ്ണുനീരും. നമുക്ക് ചുറ്റും കരച്ചിലിൻ്റെയും നിലവിളിയുടെയും എത്രയെത്ര ശബ്ദങ്ങളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. വാവിട്ട് നിലവിളിക്കുക, അലറിക്കരയുക, വിങ്ങിക്കരയുക, ഏങ്ങലടിച്ച് കരയുക, ഞരങ്ങുക, ഹൃദയം പൊട്ടി നിലവിളിക്കുക എന്ന് തുടങ്ങി എത്രയെത്ര വിധത്തിലാണ് കരച്ചിലിൻ്റെ തീവ്രത അനുസരിച്ച് മനുഷ്യർ കരച്ചിലിനെ വേർതിരിച്ചിരിക്കുന്നത്. ഈ ലോകം വിടുന്നത് വരെ കരച്ചിലിൻ്റെ പാതയിൽ കൂടെ കടന്നു പോകേണ്ടവനാണ് മനുഷ്യൻ. കുട്ടികളാണ് കരച്ചിലിന് മുന്നിൽ നിൽക്കുന്നത്. 2-ാം സ്ഥാനം സ്ത്രീകൾക്കാണ്. തങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് അവർ ബലഹീനരാകയാൽ അവരുടെ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും നേടിയെടുക്കുന്നതിനും മറ്റുള്ളവരുടെ ശ്രദ്ധ തങ്ങളിലേക്ക് തിരിച്ചു അവരെ കൊണ്ട് കാര്യം സാധിപ്പിക്കുന്നതിനുമായിട്ടാണ് ഈ കൂട്ടർ കരയുന്നത്. നമ്മുടെ കരച്ചിലിൻ്റെ ഉദ്ദേശം എന്താണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകണമെന്നില്ല. അഥവാ മനസ്സിലായാലും മറ്റുള്ളവർക്ക് അത് വലിയ വിഷയമായി തോന്നുകയോ അല്ലെങ്കിൽ അവർ മനസാക്ഷി ഇല്ലാത്തവരായി നമ്മെ സഹായിക്കാതെ ഇരിക്കുകയും ചെയ്തേക്കാം. പലരുടെയും സാഹചര്യങ്ങളും നിസ്സഹായതയും നിമിത്തം നമ്മെ ആശ്വസിപ്പിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ലെന്നും വരാം. തൻ്റെ ഭർത്താവായ അബ്രഹാം അദ്ദേഹത്തിൻ്റെ കുടുംബവും ഹാഗറിനെയും തൻ്റെ മകനെയും നിഷ്കരണം ഭവനത്തിൽ നിന്നും പുറത്താക്കി കളഞ്ഞു. മരുഭൂമിയിൽ വിശന്നും ദാഹിച്ചും വലഞ്ഞ് ആ അമ്മയും മകനും തങ്ങളുടെ ജീവനും നിലനിൽപ്പിനും വേണ്ടി ദൈവത്തോട് വളരെ കരഞ്ഞു. ആ നിലവിളി ദൈവം കേൾക്കുകയും അവർക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുകയും ചെയ്തു. തലമുറകൾ ജനിക്കാത്തത് നിമിത്തം നിന്ദകളും വേദനകളും അനുഭവിക്കുന്ന അനേക ദമ്പതികൾ ലോകത്തിലുണ്ട്. എന്നാൽ ചില തീരുമാനങ്ങളോടും നിലവിളികളോടും കൂടെ ദൈവസനിൽ കരഞ്ഞ അനേകരുടെയും കരച്ചിലിൻ്റെ ശബ്ദം ദൈവം കേട്ട് മറുപടി കൊടുത്തതായി തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. സമൂഹം ത്യജിച്ച പാപിനിയായ ഒരു സ്ത്രീ യേശുവിൻ്റെ പാദപീഠത്തിൽ ഇരുന്നു ദുഃഖത്തോടുകൂടെ കരഞ്ഞപ്പോൾ ദൈവം അവളുടെ പാപം ക്ഷമിക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്തുവല്ലോ. നെഹമ്യാവും പ്രവാസത്തിലായിരുന്ന ജനങ്ങളും ആലയത്തിൻ്റെ തകർച്ചയെ ഓർത്ത് ഉപവസിച്ച് ദൈവമുമ്പാകെ കരഞ്ഞപ്പോൾ ദൈവം അവരുടെ പ്രാർത്ഥനകൾക്ക് മറുപടി കൊടുത്ത് അവരെ മാനിപ്പാനിടയായി. മിസ്രൈമിൽ ഇസ്രായേൽ ജനത്തിൻ്റെ കരച്ചിലിൻ്റെ ശബ്ദം ദൈവം കേട്ടു. അവരുടെ നടുവിൽ ഇറങ്ങി വന്ന് അവരെ വിടുവിക്കുകയും ചെയ്തു. ഏകമകൻ നഷ്ടപ്പെട്ട ദുഃഖത്താൽ വിലപിച്ചുകൊണ്ട് നടന്നിരുന്ന വിധവയുടെ നിലവിളിയുടെ മുമ്പിൽ യേശു കർത്താവ് മനസ്സലിഞ്ഞു. ആമേൻ മരിച്ചവനെ ഉയർപ്പിച്ചു കൊടുത്തു. ഹിസ്കിയാവിൻ്റെ കരച്ചിലും പ്രാർത്ഥനയും കണ്ണുനീരും ദൈവം കണ്ടു. ആയുസ് നീട്ടിക്കൊടുത്തു. അന്ധൻ്റെ നിലവിളി യേശു കേട്ടു. ദാവീദ് പുത്ര, എന്നോട് കരുണയുണ്ടാകണമേ എന്നുള്ള ആ നിലവിളിയിൽ അവനെ സൗഖ്യമാക്കുവാനിടയായി. നമ്മുടെ കരച്ചിലിൻ്റെ ഉദ്ദേശം ശുദ്ധമാണെങ്കിൽ ആമേൻ നിശ്ചയമായും ദൈവം അത് കേൾക്കുകയും നമുക്ക് മറുപടി തരികയും ചെയ്യും. പ്രിയ ദൈവപൈതലേ, നമ്മുടെ കരച്ചിലിൻ്റെ ശബ്ദം ശ്രദ്ധിക്കുന്നവനാണ് എന്ന് നാം അറിഞ്ഞുകൊണ്ട് നിരാശരാകാതെ
മടുത്തു പോകാതെ ലജ്ജിക്കാതെ നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഈ പ്രഭാതം കരയാം. നമ്മോട് സംസാരിക്കുന്ന, നമുക്ക് മറുപടി തരുന്ന ഒരു ദൈവം ഇന്ന് പ്രഭാതവും ജീവിക്കുന്നു. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധി അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടികൾ ആമേസ്തോത്രം എത്തുവാൻ സമയമായി. അതെ, നിന്റെ കരച്ചിലിൻ്റെ മറുപടികൾ ലഭിക്കുവാൻ സമയമായി. തലമുറയില്ലാതെ ഭാരപ്പെടുന്നുവോ? ഉപജീവനമില്ലാതെ ഭാരപ്പെടുന്നുവോ? ഭവനമില്ലാതെ ഭാരപ്പെടുന്നുവോ? കടബാധ്യത കൊണ്ട് നടുവിൽ നീ ലജ്ജിച്ച് കരയുന്നുവോ? ഏതൊക്കെ വിഷയത്തിനു വേണ്ടി ഇന്ന് പ്രഭാതം കരയുന്നുവോ? ആ കരച്ചിലിൻ്റെ ശബ്ദം ദൈവം കേൾക്കും, അതിന് സംശയം വേണ്ട. കണ്ണുകളടയ്ക്കാം. പരിശുദ്ധ പിതാവേ, നല്ല ദൈവമേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല കർത്താവേ, ആമേൻ, ഭക്തൻ്റെ നിലവിളി കേട്ട് മറുപടി നൽകിയ ദൈവം, ആമേൻ, ദൈവജനത്തിൻ്റെ നിലവിളി കേട്ട് ആമേൻ മറുപടി നൽകിയ ദൈവം, ഈ പ്രഭാതം അങ്ങയുടെ ദാസിദാസന്മാരുടെ നിലവിളി കേട്ട് മറുപടി നൽകുന്നൊരു ദൈവം ഞങ്ങൾക്കുണ്ടെന്ന് ഒരു പ്രഭാതം കൂടെ ഞങ്ങൾക്ക് രുചിച്ചറിയുവാൻ ദൈവം തന്ന വിലയേറിയ ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യും. ഇതിന് മുഖാന്തരങ്ങൾ ഒരുക്കുന്ന എല്ലാ ദൈവകരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. നാഥാ, ഈ പ്രഭാതം ദൂരത്തും ചാരത്തും രാജ്യത്തിനകത്തും പുറത്തുമായി കർത്താവെ നിലവിളിക്കുന്ന അമ്മ ദേശത്തിന് വേണ്ടി, രാജ്യങ്ങൾക്ക് വേണ്ടി, അമ്മ തലമുറകൾക്ക് വേണ്ടി കർത്താവെ അമ്മൻ വിശ്വാസ പോർക്കളത്തിൽ അമ്മൻ അനേക ദൈവക്കുഞ്ഞുങ്ങൾ നിലവിളിയോടെ അമ്മൻ ഇന്ന് പകൽക്കാലമായിരിക്കുമ്പോൾ എൻ്റെ സ്വർഗത്തിലെ ദൈവം അവിടെ നിലവിളി കേട്ട് മറുപടി നൽകി ആദരിക്കണം, അനുഗ്രഹിക്കണം. ഈ ഭൂമിയുടെ സകലവിധമായ എല്ലാ അനുഗ്രഹങ്ങളും പകരണം. സ്വർഗീയ കൃപാവരങ്ങൾ നൽകി ആദരിക്കണം, മഹത്വം പങ്കെടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ദൈവം എല്ലാവരെയും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.